റൂബീസ് ടേസ്റ്റി ഹബ്ബിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുട്ടയും ബ്രെഡും വെച്ച് പല ഡിഷും ചെയ്യാറുണ്ട്. ഇതൊരു ന്യൂജൻ ഡിഷ് എന്ന് തന്നെ പറയാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ പറയുക, നല്ല അത്യാവശ്യം പച്ചക്കറികളൊക്കെ ചേർത്ത് നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണിത്. അപ്പോൾ നല്ല ചൂടോടെ ഇത് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, കൈ കൊണ്ടെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്കൊരു ചട്ടുകം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഞാൻ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഇത്തിരി ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 4 മുട്ട എടുക്കുന്നതാണ് നല്ലത്. ഇത് 2-3 പേർക്ക് കഴിക്കാനുള്ള ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്. അപ്പോൾ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മുട്ട ഈ ബൗളിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും എന്താ പറയുക 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിസ്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതാ എന്താ പറയുക, ഒരു 1/4 സ്പൂൺ ഉപ്പൊക്കെ മതി. പിന്നെ പാലിന് ഒരു കുഞ്ഞു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അവിടെ മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1-2 ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബട്ടറാണ് നല്ലത്, എണ്ണയേക്കാളും നല്ലത് ബട്ടറാണ്. ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുകി വന്നപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം നേരം ഇളക്കേണ്ട ആവശ്യമില്ലാത്ത കണ്ട ഏതാണ്ട് നമ്മുടെ ബ്രെഡ് ഏതാണ്ട് ശരിയായി വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ ഒരു എന്താ പറയുക, 1 സ്പൂൺ എണ്ണ മതി. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് മല്ലിയിലൊക്കെ ചേർത്താൽ നല്ലതാണ്. പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ 1 പച്ചമുളക് അരിഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 വേണമെങ്കിൽ 2 ചേർക്കാം. എരിവ് വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില മല്ലിയിലൊക്കെ നല്ലതാണ് കേട്ടോ. ഇതാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരട്ടെ. ഇനി നമ്മളിതിനകത്ത് കുറച്ച് ഒരു തക്കാളി, പഴുത്ത തക്കാളി അരിഞ്ഞത്, അതിനകത്തുള്ള ആ സീഡൊക്കെ മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തു. അതുമൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ പൊടി. അതൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതൊരു 1/4 സ്പൂൺ അതും ചേർത്ത് കൊടുത്തു. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ബ്രെഡ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പരന്ന പാൻ വേണമല്ലോ. നമ്മൾക്ക് എന്താ പറയുക, ഒരു അപ്പം പോലെ ഉണ്ടാക്കുകയാണ്. ആ പരന്ന പാനിലേക്ക് അല്പം ഒരു എണ്ണയുടെ മയം മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ബ്രെഡ് അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ മുട്ടയുടെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ചെറിയ തീയിൽ കിടന്ന്, കാരണം മുട്ടയൊക്കെ നന്നായി വെന്ത് വരണമല്ലോ, ആ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് വേകണം. അപ്പോൾ അടിയിലൊരു വേറൊരു പാത്രം, നമ്മുടെ എന്താ പറയുക, നമുക്ക് ദോശക്കല്ലില്ലേ ഇരുമ്പിൻ്റെയൊക്കെ, അല്ലെങ്കിൽ കേടായ പാനൊക്കെ ഇല്ലേ,
അത് ഒന്ന് അടിയിൽ വെച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കാത്ത ഫ്രൈ പാനാണ്, അത് കൊടുക്കാം. പക്ഷേ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് മുട്ടിയിരിക്കുന്നില്ല. ഞാനതുകൊണ്ട് എനിക്കൊരു പഴയ ദോശക്കല്ലുണ്ട്, ഞാൻ അത് മാറ്റി അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ചെറിയ തീയിൽ മൂടി കിടന്ന് ഒരു 5-6 മിനിറ്റ് നേരം ഇത് വേവണം കേട്ടോ. കാരണം മുട്ട ഇതൊന്ന് വെന്ത് വരണമല്ലോ. ഇങ്ങനെ തന്നെ നമുക്ക് കണ്ടോ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഞാനിതൊന്ന് മറിച്ചിടുന്നുണ്ട്, മറിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല മുകളൊക്കെ നല്ല മൊരിഞ്ഞിരിക്കും. ഏതാണ്ട് 2 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇത് ഇവിടെ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മുടെ മുട്ടയും ബ്രെഡും ചേർത്ത നല്ല പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നോക്കി എന്ത് നല്ല ഇത് കട്ടിക്ക് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.